പ്രാർത്ഥിക്കാം. അപ്പൊ ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ ദൈവ അനുഭവം നമുക്കില്ലാത്തതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ടാകും. ഒരു കാരണം, ഉദാഹരണത്തിന് നമ്മളുടെ ഒരു വിൻഡോ അല്ലെങ്കിൽ ഈ വിൻഡോ, ആ വിൻഡോ നമുക്ക് പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. എന്നപോലെ നമ്മുടെ ആത്മാവിലൂടെ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആത്മാവ് ക്ലീൻ ആയിരിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സാക്ഷി, ഇങ്ങനെ പല മേഖലകളിലും വിശുദ്ധീകരണം ആവശ്യമാണ്. അങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാതെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. അപ്പൊ പല പ്രാർത്ഥനകളും, എന്നാൽ അതോടൊപ്പം കുദാശകൾ. അപ്പൊ കുദാശകളിലൂടെയുള്ള വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ ആ വിശുദ്ധീകരണം കഴിയുമ്പോൾ നമ്മൾക്ക് ശക്തീകരണമായി. ഞാൻ ഈ വില്ലേജുകളിലൊക്കെ പറയാറുള്ളൊരു ഉദാഹരണം വരികയാണ്. നമ്മളും ഒരു വില്ലേജിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ? പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ് ഈ ആദ്യ വിശുദ്ധീകരണ ധ്യാനത്തിൽ പറഞ്ഞിരുന്ന ഒരു ഉദാഹരണം ഓർക്കാം. ഒരു പശു പ്രസവിച്ചു. പശു പ്രസവിച്ച ആ പശു കിടാവ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മേല് മുഴുവനും ഒരു പ്രത്യേക ദ്രാവകം ഉണ്ടാവും അല്ലേ? എന്നാൽ ഈ തള്ളപ്പശു എന്ത് ചെയ്യുന്നു? തള്ളപ്പശു അത് മുഴുവനും നക്കി 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 ഭക്ഷിച്ചു. ആദ്യം എവിടെ നക്കുക? മുഖമാണ് അല്ലേ? ഈ തള്ളപ്പശുവിന് അതുവരെ അറിയാം ആദ്യം അതിന്റെ മുഖം നാക്കി വൃത്തിയാക്കണം, കാരണം അതിന്റെ ശ്വാസം വേണം. പിന്നെ അതിന്റെ ശരീരം മുഴുവനും നാക്കി നാക്കി. ഇവിടെ നമ്മളുടെ കുമ്പസാരത്തിന് വേണ്ടി പറയാം, മലിനത മുഴുവനും ഭക്ഷിച്ചു. അത് കഴിയുമ്പോൾ ഈ ജനിച്ചു വീണ കിടാവ് ഇതാ വാലും പൊക്കി തുള്ളിച്ചാടി ഓടുന്നു. ഇതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞ കുമ്പസാരം. ദൈവം തന്നെയായ തള്ളപ്പശു ദൈവമക്കളായ നമ്മുടെ മലിനതകളെല്ലാം എടുത്തു മാറ്റി നമ്മളെ വാലുപൊക്കി ഓടുന്ന ഒരു വലിയ സന്തോഷത്തിന്റെയും ആസ്വാദനം. പലപ്പോഴും ഈവൻ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് തന്നെ കുമ്പസാരത്തിലൂടെ മാറുന്നു. പല ഡോക്ടർമാരും സൈക്കാട്രിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം ക്രിസ്ത്യാനിയാണെങ്കിൽ കുമ്പസാരിക്കാനാണ്. എനിക്ക് അനുഭവമുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ഇതൊക്കെ യൂറോപ്പിന്റെ ഒരു സ്ഥിരം ആണല്ലോ. ഡിപ്രഷൻ സൈക്കാട്രിക് പ്രോബ്ലം. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചാലാട്ടെ പോകും. ഞാൻ ഒരു പ്രാവശ്യം അപ്പൊ അവരോട് പറഞ്ഞു, നീ ഒന്ന് കുമ്പസാരിക്കാം. അതെന്താ? നീ കത്തോലിക്കനാണ്. പക്ഷെ ഇന്നവരെ കുമ്പസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവനെ അതിനുവേണ്ടി ഒരുക്കി ഒരച്ഛനെ വിളിച്ചു, കുമ്പസാരിച്ചു. കുമ്പസാരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഫ്രീ ആയി. അപ്പൊ കുമ്പസാരം ഒരു വലിയ സൗഖ്യദായക ശുശ്രൂഷ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോ ആണ്ട് കുമ്പസാരം മാത്രം കുമ്പസാരിച്ചാൽ പോരാ. അതിനൊന്നെല്ലാം ആഴ്ചയിൽ അല്ലെങ്കിൽ 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പൊക്കെ കുമ്പസാരിക്കണം നല്ലത്. ഇനി കൽപ്പനകളെ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഒരു നിയമപരമായ അവസ്ഥയല്ല നമ്മൾ നോക്കേണ്ടത്. അതിനേക്കാൾ ഉപരി ഹൃദയപരമായ അവസ്ഥയാണ് നോക്കേണ്ടത്. ഈ കൽപ്പനകൾ പ്രധാനമായിട്ട് 10 കൽപ്പനകളാണ്. ഈ 10 കൽപ്പനകൾ 2 ഫലകങ്ങളിലാണ് കർത്താവ് എഴുതി മോശയുടെ കയ്യിൽ കൊടുത്തത്. ആരെങ്കിലും പറയാമോ ഒരു ഫലകയിൽ എത്ര ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പലകയിൽ എത്ര ഉണ്ടായിരുന്നു? How many on the first tablet and how many on the second tablet? It was written on 2 tablets. 5 on each. That's very simple, but that's not so.
ടൈം ഔട്ട് കഴിഞ്ഞു, നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങളെല്ലാവരും തോറ്റിരിക്കുന്നു. ഒരു ആദ്യത്തെ ഫലകത്തിൽ 3 പ്രമാണങ്ങളും രണ്ടാമത്തെ ഫലകത്തിൽ 7 പ്രമാണങ്ങളുമാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. പിന്നെയുള്ള 7 പ്രമാണങ്ങളും പരസ്നേഹത്തെ കുറിച്ചാണ്. ആ 7 ആദ്യത്തെ 3 പ്രമാണങ്ങളാണ് ഏക സത്യദൈവമായ അങ്ങയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രമാണം. പിന്നെയുള്ള 2 പ്രമാണങ്ങളും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ്. അതിനുശേഷമുള്ള 7 പ്രമാണങ്ങളിൽ ആദ്യത്തെ പ്രമാണം ആരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്? മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാണ്? മാതാപിതാക്കളെ സ്നേഹിക്കുക. അപ്പൊ പരസ്നേഹത്തിന്റെ പ്രമാണങ്ങളിൽ ആദ്യത്തേത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ്. എൻ്റെ ഒരു വലിയ സന്തോഷം, ഞാൻ വാസ്തവത്തിൽ എൻ്റെ അഭിഷേകത്തിന്റെ ഒരു വലിയ ശക്തി എനിക്ക് മാതാപിതാക്കളോട് വലിയ ബഹുമാനവും ആദരവുമായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ ഓർക്കുന്നില്ല അവരെ ധിക്കരിച്ചൊരു കാര്യം ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വളരെ ഒരു സ്നേഹബന്ധമായിരുന്നു എനിക്ക് എൻ്റെ അപ്പനും അമ്മയും. ഇപ്പോൾ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മ തറവാട്ടിലാണ്, ഞാനിങ്ങനെ ധ്യാനവും മറ്റ് എറണാകുളത്ത് എൻ്റെ വീട് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. തറവാട് ചേന്നമംഗലം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് യഹൂദന്മാർ വന്ന് താവളമടിച്ചിരുന്ന ഒരു സ്ഥലവും കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജകുടുംബത്തിന്റെ സ്ഥലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവിടെ രാജകുടുംബം അവരെ സ്വീകരിക്കുകയും അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സെമിനാരി എല്ലാം ഉണ്ടായത്. അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതലേ ഉള്ള വിശ്വാസത്തിന്റെ ഒരു പരിശീലനത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്പത്ത് ആ പിതൃസ്നേഹമാണ്, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ അനുഭവം. അപ്പോൾ ഇപ്പോഴും ഞാൻ നാട്ടിൽ പോകുമ്പോൾ, വീട്ടിൽ പോകുമ്പോൾ, ഞാൻ പോകുന്ന സമയത്ത് അമ്മയെ അടുത്ത് മുട്ടുകുത്തി അമ്മ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിക്കും. അത് ഞാൻ ചെയ്യും. ഈ കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ അപ്പൊ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ ചെയ്യാനുള്ളൂ, കിടപ്പാണ് എപ്പോഴും. അപ്പൊ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ ദൈവപ്രസാദമാണ്. നമ്മൾ ആ മാതാപിതാക്കളിലൂടെ ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു മുറിവ് പോലും നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ഉണ്ടാകരുത്. പണ്ട് ഈ വലിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശുദ്ധീകരണ ധ്യാനം വളരെ വലിയൊരു ധ്യാനമായിട്ട് നാട്ടിലൊക്കെ ഒരുപാട് പേര് ഓടിക്കൂട്ടിയിരുന്നത്. അപ്പോൾ ഡിവൈൻ സെന്ററിൽ വെച്ച് 5 ദിവസം ഡിവൈൻ സെന്ററിന്റെ മെയിൻ സ്റ്റേജിൽ ഞാൻ ധ്യാനിപ്പിച്ചു. പരിചയത്തിൽ പറഞ്ഞ 5 ദിവസം തോമസ് പോൾ തന്നെ സ്റ്റേജ് ബാങ്ക്, വേറെ ആരും ചെയ്യിക്കരുത്. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ആ വിശാലമായ സ്റ്റേജിൽ ഓടി നടത്ത ആളുകൾ ഒരുപാട് പേര് വരാൻ തുടങ്ങിയപ്പോൾ റേഡിയോയിൽ വിളിച്ചു പറഞ്ഞാ കേട്ടത്, ഇനി ആരും വരരുത്, ധ്യാനകേന്ദ്രം ഫുള്ളായി. പക്ഷെ ഇത് കേട്ടപ്പോൾ ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ 28,000-30,000 പേര് ആ ധ്യാനത്തിൽ വന്നിരിക്കുന്നു. എനിവേ, ഈ വിവരം അറിഞ്ഞപ്പോ എൻ്റെ അപ്പനൊന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അപ്പൻ ഒരാഗ്രഹം ഒന്നും വന്ന് ഈ ധ്യാനം കൂടാനില്ല, ഈ മകന്റെ പ്രസംഗമൊക്കെ ഒന്ന് കേൾക്കാനായിട്ട്. അപ്പൻ പൗലോസ്ലീഹയുടെ വലിയൊരു വക്താവ്. എപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചെന്നാൽ സംസാരിക്കാറുള്ള സംസാരത്തിൽ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം പൗലോസ്ലീഹ പറയുന്നത് ഓർക്കുന്നുണ്ടോ? ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ ഹൃദയത്തിന് ആഴമായി തറയ്ക്കുന്നൊരു അനുഭവം. അങ്ങനെ അപ്പൻ ആ ധ്യാനത്തിന് കാണാൻ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും
എല്ലാവരും കൂടി നിർബന്ധിച്ച് അപ്പനോട് പറഞ്ഞു, ഒരു 2 വാക്ക് സാറ് പറയണം. അപ്പോ അപ്പൻ സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞ ഒരു 50 മിനിറ്റ് സംസാരിച്ചോളൂ. അതിലൊരു കാര്യം ഞാനിപ്പോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. That will be a good insight for you. അപ്പൻ പറഞ്ഞതാണ്. അപ്പൊ അന്ന് എനിക്ക് 40-45 വയസ്സാണ്. അപ്പൻ പറയാണ്, ഇവനെ അമ്മ പ്രസവിച്ച സമയത്ത്, ഞാൻ അടുത്തത്, ഇവന്റെ അമ്മ പ്രസവിച്ച സമയത്ത്, ഇവന്റെ അമ്മ പ്രസവിച്ച സമയത്ത്, ഇവനെന്റെ മൂത്ത മകനാണ്. ഞങ്ങൾ 10 മക്കളാണ്. മൂത്ത മകനെ ഇവനെ പ്രസവിച്ച സമയത്ത് ഞാൻ അടുത്ത മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഇവന്റെ ആദ്യ ശബ്ദം കേൾക്കാൻ കാതോർത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ആദ്യ ശബ്ദം കേൾക്കാൻ കാതോർത്ത് പ്രാർത്ഥിക്കുകയും അത് കേട്ട ഉടനെ ഞാനത് കർത്താവിനെ സമർപ്പിക്കുകയും ചെയ്തു. ആ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതാണ് അപ്പൻ പറഞ്ഞ സാക്ഷ്യം. വലിയ ജനാലത്തോടെ ഉള്ളൊരു കയ്യടിയും ശരീരം മുഴുവൻ കൊളിയിൽ പോലുന്ന ഒരു അനുഭവമായിരുന്നു. സ്നേഹമുള്ളവരെ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ എന്തോ ഒരു വിലയാണ്, എന്തോ ഒരു ഉത്തരവാദിത്വമാണ്, എന്തോ ഒരു ദൈവിക പദ്ധതിയാണ്. നമ്മള് ഇതിനെ ആഴമായി ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു മെറ്റീരിയൽ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു മെഷീനെ പോലെയോ അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ മേടിച്ചു കൊടുക്കുക, അവരെ ഇന്റലക്ച്വലായിട്ട് വളർത്തുക, അവർക്ക് വീട് വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ടത്. അതെല്ലാം ദൈവം കൊടുത്തോളും. ഞങ്ങൾ ഇന്നലെ അച്ഛനുമായിട്ടൊരു തമാശ പറയായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ചെരുപ്പ് മേടിച്ചു തന്നോളൂ. ചെരുപ്പ് മേടിച്ചു തരാൻ അവന് കഴിവുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും പറഞ്ഞില്ല, നിന്റെ ക്ലാസ്സിൽ എത്ര പേര് ചെരുപ്പുണ്ട്, നീ ചെരുപ്പിട്ടുകൊണ്ട് പോകുമ്പോ അവരും ചെരുപ്പ് ചോദിക്കില്ല അവരുടെ ഡാക്ടർമാരോട്, അതുകൊണ്ട് നീ ചെരുപ്പിട്ടുണ്ടാവും. അപ്പൊ അച്ഛൻ പറയാണ്, അച്ഛൻ സെമിനാരിൽ പഠിക്കാൻ പോയപ്പോഴാണ് ചെരുപ്പ് മേടിച്ചു കിട്ടിക്കൊള്ളു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചവരും ജീവിച്ചവരുമാണ് നമ്മളൊക്കെ. നമ്മളൊക്കെ ഇതിനകത്ത് ഏകദേശം ഈ അനുഭവം ഉണ്ടായിട്ടുള്ളവരാണ് അല്ലേ? അമേരിക്കയിൽ ഒരു കുടുംബത്തിലെ ഇതേമാതിരി ഒരു ചേട്ടൻ പറയായിരുന്നു, എന്റെ ബ്രദറെ, അത് പുള്ളി വ്യവഹാരത്തോട്, ഞാൻ കുഞ്ഞായിരുന്നപ്പോ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനില്ല, എന്നാൽ സ്കൂളിൽ കൊടുക്കണം, കഞ്ഞി കുടിക്കാൻ പാടില്ല, കുടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നു, നമുക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ലേ കഞ്ഞി കുടിക്കണേ, അതും പാടില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ എന്നാൽ വീട്ടിലും കഞ്ഞിയില്ല. ആ അവസ്ഥയിൽ ജനിച്ചു വളർന്ന ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്ന് ഇപ്പം എനിക്ക് 5 പെട്രോൾ പമ്പ് ഉണ്ട്, ഇപ്പം അതുണ്ട്, ഇതുണ്ട്. പക്ഷെ എങ്കിലും എൻ്റെ ബ്രദറെ, എൻ്റെ മക്കൾ അവർ വേറൊരു ലൈഫാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഒരു കാരണം ഇതായിരിക്കും, നിങ്ങൾ ചെറുപ്പത്തിൽ എന്ത് വിചാരിച്ചു കാണും, നമുക്കുണ്ടായ ഈ ദാരിദ്ര്യം നമ്മുടെ മക്കൾക്കുണ്ടാകരുത്. അത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കണത് ഇവര് നമ്മൾ അനുഭവിച്ച മാതിരി, അവിടെയാണ് പ്രശ്നം. നമ്മൾ അവരുടെ ദാരിദ്ര്യം മാറ്റുന്ന ഒരു മിഷ്യനല്ല, നമ്മൾ അവരുടെ അപ്പനും അമ്മയും ദൈവത്തെ പോലെ ദൈവത്തിന്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴുക്കേണ്ട വലിയ ചാനലുകളാണ്. ഇത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പനെ കുറിച്ചുള്ള ഓർമ്മയിൽ പ്രധാന കാര്യം, അതിരാവിലെ ഞാൻ എണീക്കുമ്പോൾ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ. എവിടെ പോയാലും 8 മണിക്ക് ആള് വീട്ടിലുണ്ടാവും. എന്തിനാ? കുടുംബ പ്രാർത്ഥന. പല സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളപ്പോ ധൃതി പിടിക്കുന്ന പറയും, ഇല്ല ഞാൻ പോണം, വേഗം എനിക്ക് കുടുംബ പ്രാർത്ഥന നടത്താവുന്നതാണ്. എവിടെ പോയാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ആളവിടെ ഉണ്ടാവും. ഒരു പ്രയർ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന പോലെ 10 മക്കളെ ലീഡ് ചെയ്യും. ഇത് 10 മക്കളെല്ലാം നമ്മൾ 2 പേരെ ഉള്ളുവെങ്കിലും ഇതാണ് ഒരു
മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാന ഒരു കടമ. എങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള കണക്ടിവിറ്റി നമ്മളിലേക്ക് വരുള്ളൂ. അപ്പൊ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കുറവ് നമ്മളിലും നമ്മൾ